ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത NH-66 ആറൂരി പാതയുടെ നിർമ്മാണ കാഴ്ചകൾ ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിലെ കാഴ്ചകളാണ് കണ്ടത്. എറണാകുളത്ത് നിന്ന് വരപ്പം കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്നത്. ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ കോട്ടക്കൽ ബൈപ്പാസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ്. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നിലവിലുള്ള റോഡ് ഇങ്ങനെ വളഞ്ഞു പോവുകയാണ്. ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ഇത് കാണിച്ചു തരാം. ആ വളവ് എല്ലാം നിവർത്തിക്കൊണ്ടാണ് പുതിയ റോഡ് പോകുന്നത്. ഓക്കെ, നമുക്കിനി മുന്നോട്ട് പോവാം. മുന്നോട്ട് പോയി കാഴ്ച കാണാം. നമ്മളിപ്പോൾ നിലവിലുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. പുതിയ റോഡ് വരുന്നതാണ് ഇങ്ങനെയാണ്. എല്ലാം പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത്. ഇവിടെയൊക്കെ എല്ലാം ഗഡറൊക്കെ സ്ഥാപിച്ച് തുടങ്ങി കേട്ടോ. മലബാർ മേഖലയിലോട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. എല്ലാം കഴിയാറായി. മലപ്പുറം ജില്ലയിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. മലപ്പുറം ജില്ലയിലെ മറ്റു ഭാഗത്തെ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. ആ വീഡിയോ കാണാത്തവർ ചാനലിൽ കയറി നോക്കുക. അപ്പോൾ ഈ വളവ് ഫുള്ള് ഇങ്ങനെ നിലവിലുള്ള റോഡ് ഇങ്ങനെ വളഞ്ഞാണ് വരുന്നത്. പുതിയ റോഡ് കണ്ട ഇങ്ങനെ നേരെയാണ് പോകുന്നത്. നമുക്ക് ഇതുവഴി കയറിപ്പോയി പോവില്ല വെറുതെ കേട്ടോ. പുതിയ വരുന്ന റോഡ് പോകുന്നുണ്ട അങ്ങനെ. ഇവിടെ ഈ ഗർഡർ സ്ഥാപിക്കുകയാണ് കേട്ടോ. ഇത്രയും വലിയ ക്രെയിൻ വെച്ചാണ് എടുത്ത് പൊക്കുന്നത്. 2 ക്രെയിനുണ്ട്. അവിടെ ഒരെണ്ണം, എവിടെ ഒരെണ്ണം, 2 പൊക്കി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്തേക്കുള്ളത് 5 ഗർഡറാണ് ഒരു ഭാഗത്തേക്കുള്ള പാലത്തിന് വരുന്നത്. അങ്ങനെ ടോട്ടൽ 10 ഗർഡർ വരും. ഇവിടുന്ന് കാണാൻ എന്തൊരു രസം നോക്കൂ. ഭയങ്കര നിർമ്മാണ പ്രവർത്തനമാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇവിടെ കൊട്ടും വളവാണ്. ഈ വളവൊക്കെ ഇനി ഓർമ്മകൾ മാത്രമായി മാറും. ഓർമ്മകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് റോഡിങ്ങനെ കാണും, പക്ഷെ ഈ ബുദ്ധിമുട്ടൊന്നും വലിയ വാഹനങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. ഈ വളവും തിരിവും എല്ലാം അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ റോഡ് വരുന്നത്. അങ്ങനെ നേരെ ഇവിടെ വന്ന് കയറും. ഉണ്ടോ? ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര വലിയൊരു ഓവർപാസ് ആണ് വരുന്നത്. നമ്മളിപ്പം നിലവിലെ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. മെയിൻ റോഡ് താഴെ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ മുമ്പേ ഇവിടെ റോഡ് എങ്ങനെയായിരുന്നെന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാറ്റമാണ് ഈ ഭാഗത്ത് വന്നേക്കുന്നത്. എങ്ങനെയായിരുന്നടേ? ഞാൻ ഏകദേശം ഈ ഭാഗത്ത് വന്നിട്ട് 1 കൊല്ലത്തോളമായി. എന്തോ പൊന്നടാവേ. നിർമ്മാണങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. പണികൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. മെയിൻ റോഡ് കംപ്ലീറ്റ് താഴ്ഭാഗത്തൂടെയാണ് പോകുന്നത്. അടിയിൽ നമുക്ക് വണ്ടി ഇറക്കാൻ ഒക്കില്ല കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അടിഭാഗത്തെ വീഡിയോ കാണിക്കാമായിരുന്നു. നിങ്ങളിത് കണ്ടില്ലേ? ഇത് നമ്മുടെ കേരളം തന്നെയാണോ? എന്താ ലുക്ക് അല്ലേ? ഇത് അടിയിലത്തെ റോഡും കൂടെ പൂർത്തിയായിരിക്കുമ്പോഴാണ് വേറെ ലെവല്. ഇപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ 1 വേ ആയിട്ടാണ് പോകുന്നത്. ഓപ്പോസിറ്റ് വണ്ടി നമുക്ക് കയറിയൊന്നും വരുന്നില്ല. എൻ്റെ പൊന്നോ, ഇങ്ങോട്ടുള്ള വർക്കുണ്ടല്ലേ, അതൊരു ബസ്സിൻ്റെ മേളിൽ ഇരുന്ന് എടുക്കണം, അല്ലെങ്കിൽ ഡ്രോൺ ഷൂട്ട് ചെയ്തെടുത്താലേ അറിയാൻ പറ്റും. നമ്മൾ വിചാരിച്ച പോലെ അല്ല.
നമ്മളല്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല, ഭയങ്കര രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് ബൈക്ക് നിർത്തി വീഡിയോ എടുക്കാനും ഒക്കൂല കേട്ടാ, കാരണം ഭയങ്കര തിരക്ക്. നിങ്ങൾ കാണുന്നുണ്ട്. ഓ ശേ, മെയിൻ റോഡ് ഒരുപാട് താഴ്ന്നിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരുപാട് താഴ്ന്നിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നല്ല താഴ്ചയിലാണ് മെയിൻ റോഡ് പോകുന്നത്. കാരണം കയറ്റങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവായിക്കൊണ്ടാണല്ലോ നമ്മളെ NH 66 വരുന്നത്. അപ്പോൾ അത്രത്തോളം ഇവിടെ നല്ല ഹൈറ്റാണ് കേട്ടോ. നമ്മളിപ്പം പോകുന്നത് നല്ല ഹൈറ്റാണ്, പിന്നെ ഒരു ഇറക്കമാണ്. അപ്പോൾ ആ ഇറക്കം കയറ്റം ഒഴിവാകാൻ വേണ്ടി ഇവിടെ ഇടിച്ച് കാത്തിട്ടാണ് പുതിയ റോഡ് വരുന്നത്. മലപ്പുറം ജില്ലയിൽ ഇതേപോലെ കുറേ ഓവർപാസുകളുണ്ട് കേട്ടോ. തെക്കൻ കേരളത്തിൽ ഓവർപാസ് വളരെ കുറവാണ്, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഉള്ളൂ. ഓ കണ്ട, വിശാലമായ ഓവർപാസാണ്, ഇത്രയും വീതിയുണ്ട്. നോക്കി, ഓവർപാസിൻ്റെ മേളിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ അപ്പം താഴ്ച കുറഞ്ഞു, അങ്ങോട്ട് ഭയങ്കര രീതിയിലാണ് കുഴിയെടുത്ത് റോഡ് പണിയുന്നത്. എന്നിട്ട് അവിടെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് മണ്ണ് കിട്ടും കേട്ടോ. ഓ പൊളി. മുമ്പേ നിലവിലുണ്ടായിരുന്ന റോഡ് ഇതുവഴിയായിരുന്നു കണ്ടോ, ഇതുവഴിയായിരുന്നു പഴയ റോഡ് അല്ലേ? ആണ്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയായിരുന്നു ഇവിടുത്തെ പഴയ സിറ്റുവേഷൻ. വെറും 1-2 കൊല്ലം കൊണ്ട് ഇത്രയും വലിയ മാറ്റം നമ്മളെ നാട്ടിൽ അത്ഭുതം തന്നെയാണ് കേട്ടോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പൊളി. നമ്മൾ നേരെ സർവീസ് റോഡ് വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇറക്കമല്ലേ, ആ ഇറക്കം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി കണ്ടോ ഇവിടെ മണ്ണിട്ട്, അവിടുന്ന് ഇടിച്ചെടുത്ത മണ്ണെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇട്ട് കെട്ടി ഉയർത്തുകയാണ് കേട്ടോ. ഇതൊക്കെ പണി തീരാറായി. ഏകദേശം ഒരു 70% പണിയൊക്കെ ഇവിടെ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. 60-70%. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. വിശാലമായ അണ്ടർ പാസേജ്. ഇത് കാണുമ്പോൾ കൊതിയാവും. കാരണം നമ്മുടെ നാട്ടിൽ കൊല്ലത്തൊക്കെ അണ്ടർ പാസേജ് വളരെ ചെറിയ അണ്ടർ പാസേജ്, പേരിന് വേണ്ടി ഒരു വണ്ടി കഷ്ടിച്ചു പോകും, ഒരു വലിയ വണ്ടി കഷ്ടിച്ചു പോകും, 2 വണ്ടി വന്നാൽ തീരുന്നത്. അങ്ങനത്തെ അണ്ടർ പാസേജുകളാണ് കൊല്ലത്ത് ബഹുഭൂരിപക്ഷം. ഇവിടെയൊക്കെ അങ്ങനത്തെ ചെറിയ അണ്ടർ പാസേജ് വളരെ ചുരുക്കമാണ്. ബഹുഭൂരിപക്ഷവും അടിപൊളി അണ്ടർ പാസേജാണ്. നമുക്ക് ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് 6 ചെയ്തേക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിലോട്ടൊന്ന് കയറി നോക്കാം. ഓ പൊളി കണ്ട, വിശാലമായി കിടക്കുന്ന റോഡുകൾ. ഇവിടെ കൊട്ടനെ താറിങ് ഉണ്ട് കേട്ടോ. അവിടെ പണി നടക്കണം. നമ്മൾ അങ്ങോട്ട് പോയി പണി ഉള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന്. വേണ്ട, ഇതാണ് ആറൂരി പാതയുടെ വീതി. ഇപ്പം ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കണ്ട, ആറൂരി പാതയ്ക്ക് ഇത്രയും വീതിയുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഡിവൈഡർ വരും, ചെറിയൊരു ഡിവൈഡറാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് താറിങ് കഴിഞ്ഞതാണ് കേട്ടോ. ഇവിടെയൊക്കെ താറിങ് കഴിഞ്ഞാണ്. എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ, അല്ലെങ്കിൽ ഈ പോകുന്നതെല്ലാം തിരിച്ചു വരണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാടാക്കില്ല.
പൊളി. ഇവിടെയൊക്കെ പണി കണ്ട അത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു 70% അല്ലെങ്കിൽ ഒരു 75% പണികൾ പൂർത്തിയായി ഈ ഭാഗത്ത്. മുമ്പ് എങ്ങനെയായിരുന്നു ഈ സ്ഥലം എന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മുമ്പേ പറഞ്ഞു പോലെ ഏട്ടാ, മുമ്പ് ബസ്സിലൊക്കെ പോകുമ്പോൾ വളരെ ചെറിയ റോഡും ബഹളവും തിരക്കും ഒക്കെ ആയിരുന്നു. ഇപ്പം വണ്ടികളെല്ലാം സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത്, 2 സൈഡിൽ കൂടി. അങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ സർവീസ് റോഡിൽ കൂടി, തിരിച്ചു പോകുന്നത് അപ്പുറത്തെ സർവീസ് റോഡിൽ കൂടി. എൻ്റെ പിന്നെ ഭയങ്കര കുഴി. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ, അതാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ. എന്ത് വിശാലമായ റോഡ്, അടിപൊളി റോഡ് കിട്ടി. ഇനി റോഡിൽ ഓട്ടിക്കാനും കൂടി നമ്മൾ പഠിക്കണം, അതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പെട്ട് ഈ റോഡിൽ കൂടെയൊക്കെ തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇവിടം വരെ പോകാൻ പറ്റും കേട്ടോ. പോയി നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഈ റോഡിലൂടെയൊക്കെ ഓട്ടിക്കാൻ പഠിക്കണം നമ്മൾ. നല്ല റോഡുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഓട്ടിക്കാൻ പഠിക്കണ്ടേ. വലിയ വാഹനങ്ങളൊന്നും ഒരിക്കലും സ്പീഡ് ട്രാക്കിലേക്ക് കയറരുത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സ്ഥലം പേരെന്ന് പറയുന്നത് വെണ്ണിയൂരത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ കിലോമീറ്ററുകളോളം പുതിയ റോഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പോകുന്നത് 2 സർവീസ് റോഡിൽ കൂടിയാണ്, അപ്പുറത്തും ഇപ്പുറത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ്. അപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. മുമ്പ് ഭയങ്കര തിരക്കുണ്ടായിരുന്ന റോഡാണ്, ഇപ്പോൾ 2 വശത്തേക്കുള്ള വാഹനങ്ങൾ 2 സൈഡിലേക്ക് ഇപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം കോഴിക്കോട് എത്തുമല്ലേ. ഇവിടെ ടാറിങ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, നമുക്ക് കയറാൻ പറ്റൂല. ടാറിങ് ചെയ്യാണ് കേട്ടോ. നമുക്ക് തിരിച്ചു പോയിട്ട് നേരെ സർവീസ് റോഡിൽ കൂടി ബാക്കി കാഴ്ചകൾ കാണാൻ. ഇതുവഴി അങ്ങ് അപ്പുറത്തങ്ങനെ ചാടാൻ പറ്റുമോ നോക്കട്ടെ. അപ്പുറത്ത് ചാടാം, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഈ വന്ന വഴിയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ. അല്ല, ഇത്രയും തിരക്കുള്ള റോഡാണ് മലപ്പുറം കോഴിക്കോട് റോഡ്. പക്ഷെ ഇപ്പം വാഹനങ്ങൾ ഈസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുരുക്കിപ്പെടുന്നില്ല, കാരണം 1 വേ ആയിട്ടല്ലേ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ വീണ്ടും ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അണ്ടർ പാസേജിൻ്റെ പണി ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇതേപോലത്തെ അണ്ടർ പാസേജാണ് കൊല്ലത്ത് വരുന്നത്. വേണ്ട, ഇത്രത്തേ ഉള്ളൂ എല്ലാം. വേണ്ട, ബഹുഭൂരിപക്ഷം വേണ്ട, ഇത്ര അണ്ടർ പാസേജേ ഉള്ളൂ, വളരെ ചെറുത്. ഈ ഭാഗത്ത് ഇങ്ങനെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം വലിയ അണ്ടർ പാസേജാണ്. കൊല്ലവും ആലപ്പുഴ തിരുവനന്തപുരം 3 ജില്ലകളിൽ ബഹുഭൂരിപക്ഷം ഇതേപോലത്തെ അണ്ടർ പാസേജാണ്, ചെറിയ അണ്ടർ പാസേജ്. എന്താണെന്ന് അറിയത്തില്ല, കൊല്ലത്തെ വണ്ടികളൊക്കെ ചെറുതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഓടിച്ച് വന്നിട്ട് ഏറ്റവും മനോഹരമായി ഏറ്റവും കൂടുതൽ പണികൾ തീർന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. കോട്ടയ്ക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് പോകുന്ന ഭാഗത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ കുറുമ്പിലെത്തിയിട്ടുണ്ട്. കരിമ്പിൽ ഇംഗ്ലീഷ് വായിച്ചു വെച്ചിട്ട് കരിമ്പിലാണ് എത്തിയിരിക്കുന്നത്. വീണ്ടും സർവീസ് റോഡ് ഉയർന്നും മെയിൻ റോഡ് താഴ്ന്നുമാണ് ഈ ഭാഗത്ത് പോകുന്നത്.
പറഞ്ഞ പോലെ എന്തൊരു സ്മൂത്തായിട്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. എവിടെയും വലിയ ബ്ലോക്കിൽ കിടക്കുന്നതായിട്ട് കാണുന്നില്ല. മുമ്പേ ഇതേപോലെ റോഡ് പൂർത്തിയായപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പാടാണ് കാൽനട യാത്രക്കാർക്ക്. അപ്പോൾ അപ്പുറത്ത് ബസ് ഇറങ്ങിയിട്ട് അവരെ വീട് ഇപ്പുറത്താണെങ്കിൽ പെട്ടത് തന്നെ, പിന്നെ ഇപ്പുറത്ത് വരണമെങ്കിൽ ഇച്ചിരി പാടുപെടും. ഇതേപോലെയുള്ള ഓവർ പാസേജുകളും അണ്ടർ പാസേജുകളും ചില സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ കൂടെ പിന്നെ നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ ഓവർ പാസേജുകളുണ്ട്. നമ്മൾ കക്കാട് എത്തിയിട്ടുണ്ട്. കക്കാട് മെയിൻ റോഡ് നല്ല താഴ്ചയിലാണ് പോകുന്നത്. പക്ഷെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. താറിങ്ങൊന്നും നടന്നില്ല, ഇടിച്ച് താത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പഴയ നാഷണൽ ഹൈവേ കാണാനില്ലായിരുന്നു, പുതിയതായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും നിലവിലുള്ള പഴയ നാഷണൽ ഹൈവേ കണ്ടുകിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് വർക്ക് കുറച്ച് പെൻഡിങ് ആണ്, ഈ പാലത്തിൻ്റെ ഭാഗത്ത്. ഈ പാലം കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്ഥലം പേര് കുരിയാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. വലിയ അണ്ടർ പാസേജാണ്. കുരിയാട് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ റോഡ് പണികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ റോഡായിരുന്നു നമ്മൾ ഇത്രയും നേരം കണ്ട ആ പുതിയ റോഡിൻ്റെ സ്ഥാനത്ത് മുമ്പ് ഇതേപോലത്തെ റോഡായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അവിടെ എങ്ങനെ ആയിരുന്നു എന്ന്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തണം. ഇവിടെ റൈറ്റ് സൈഡിൽ കൂടി റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അതുവഴി കയറി വന്നാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നല്ല താഴ്ചയുള്ള പ്രദേശമാണ് കേട്ടോ. കുരിയാട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇങ്ങനെയാണ്. റൈറ്റ് സൈഡിൽ കൂടെയാണ് പുതിയ വൈഡനിങ് വരുന്നത്. അവിടെ ഒരുപാട് ഭാഗത്തേക്ക് റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതുവഴി ഒന്ന് കയറി കാഴ്ചകൾ കാണാം. ഇത് ഇവർ നിർമ്മിച്ച പുതിയ സർവീസ് റോഡാണ്.
ഇവിടെ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ്. മുമ്പേ ഉണ്ടായിരുന്ന അതേ ലെവലിലാണ്. മെയിൻ റോഡ് വരാൻ പോകുന്നത് നല്ല താഴ്ചയിലാണ്. നല്ല ഇടിച്ച് താത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഓവർ പാസേജ് കാണാം. സ്ഥലപ്പേര് കോലപ്പുറം. നല്ല വിശാലമായിട്ടുള്ള ഒരു ഓവർ പാസേജ്. സ്ഥലപ്പേരെന്ന് പറയുന്നത് കോളപ്പുറം. കോളപ്പുറത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോളപ്പുറത്ത് മെയിൻ റോഡ് ഈ രീതിയിലൊരു നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോളപ്പുറം കഴിഞ്ഞ് വരുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. നിർമ്മാണമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ പറയണമെന്ന് അറിയുന്നില്ല. അമ്മാതിരി വലിയ നിർമ്മാണ പ്രവർത്തനമാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. അണ്ടർ പാസേജ് ആണോ തോടാണ്? തോടാണ്. തോട് പാലമാണ് കേട്ടോ. നമ്മൾ കോളപ്പുറം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ പോയി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇനി ഒരു ചെറിയൊരു ഡിവൈഡർ വരും. അപ്പോൾ കണ്ട ഇവിടുത്തെ സർവീസ് റോഡ് മുകളിൽ കൂടിയാണ് പോകുന്നത്. രണ്ട് വശത്ത് മെയിൻ റോഡ് കുറച്ച് താന്നിട്ടാണ്. ഇവിടെ നിർമ്മാണമൊക്കെ ഇത്ര പൂർത്തീകരിച്ചിട്ടുണ്ട്. ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ക്ലോസ് ചെയ്തേക്കുവാണ് കേട്ടോ. അവിടം വരെ പോയിട്ട് തിരിച്ചു വരും. ഈ അണ്ടർപാസിൻ്റെ മേല് വരെയാണ് നമ്മൾ മുമ്പേ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഇത്രേ ഉയർത്തണം. ഇവിടെ ഒരു വലിയ പൊക്കത്തിലായിരിക്കും മെയിൻ റോഡ് വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഇപ്പം തന്നെ ഇത്രയും പൊക്കം. പുതിയ റോഡ് നേരെ അങ്ങ് പോവും. നിലവിലുള്ള റോഡ് ഇങ്ങനെ ഇതിലെയാണ് പോകുന്നത്. പുതിയ വരാൻ പോകുന്ന റോഡ് റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ. ഇനി ഈ റോഡ് എവിടെയാണ് വന്നു കയറുന്നത് അവിടെ തൊട്ട് ബാക്കി കാഴ്ചകളാണ് പോകാൻ പറ്റും. എന്തൊരു വർക്കാണ് നടക്കുന്നത്. എത്ര ടൺ മണ്ണാണ് ഇവിടെ കൊണ്ട് കയറ്റിയിരിക്കുന്നല്ലേ. പൊടി പൊടി. ഇനി ഇവിടെ എന്ത് മണ്ണ് കയറണം. എങ്ങനെയാണ് ഇവിടുത്തെ വിഷ്വല്. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് കറങ്ങി തിരിഞ്ഞ് സർവീസ് റോഡിൽ കൂടെ തന്നെ പോകാനേ പറ്റും കേട്ടോ.
കണ്ടാ ഇവിടെയൊക്കെ ഇനി അത്രയും ഉയരത്തിൽ മണ്ണ് ഇടണം. മണ്ണിട്ട് ഉറപ്പിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കണ്ട ഇവിടെ ചെറിയ ബ്ലോക്ക് വെച്ചിട്ടാണ് കെട്ടി ഉയർത്തുന്നത്. ഇതിൻ്റെ ഇടയിലേക്ക് ഈ ചെറിയ മെറ്റൽ കയറും. അപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇപ്പം നിലവിലുള്ള നാഷണൽ ഹൈവേ ആണ് നിങ്ങളിപ്പം കാണുന്നത്. ഇത്രയും ചെറിയ റൂട്ടിൽ കൂടിയാണ് ഇത്രയും വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നത്. ഇത് നമുക്ക് പുതിയ വരാൻ പോകുന്ന നാഷണൽ ഹൈവേ ഇടതുവശത്ത് കാണാം. ഇവിടെ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് കേട്ടോ റോഡ് വരുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അടിപൊളി വിശാലമായിട്ടുള്ള അണ്ടർ പാസേജ്. നമ്മൾ തലപ്പാറ എത്തിയിട്ടുണ്ട്. തലപ്പാറയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66 ഒരു പാതയാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത്. തലപ്പാറ സൂര്യനില്ല, സൂര്യൻ. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ വെട്ടം കുറവായിരിക്കും. മൊത്തം ഒരു മങ്ങിയ ഒരു കാലാവസ്ഥ. ഒരുപാട് ദൂരത്തേക്ക് ഇതേപോലെ നിർമ്മാണം നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിർമ്മാണം ഏകദേശം 90% പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരു ഓവർ പാസേജ് ഉണ്ട്. ഈ ഓവർ പാസേജിൻ്റെ മേളിൽ നോക്കാം നിർമ്മാണ പ്രവർത്തനം എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. താഴ്ഭാഗത്ത് കണ്ടോ, അടിപൊളി. നമ്മൾ വെള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായ റോഡ്.
ആ റോഡ് അവിടം വരെ ഉള്ളൂ കേട്ടോ, അവിടെ ക്ലോസ് ആണ്. സർവീസ് റോഡിൽ കൂടെ പോകാനേ പറ്റൂ. മെയിൻ റോഡ് പോകുന്നുണ്ടോ ഇത്രയോ ഉയരത്തിൽ. ഒരു 3 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട്. സർവീസ് റോഡ് ഇങ്ങനെ കാണാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പടിക്കലാണ്. പടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പമ്പ് ഹൗസ് പടിക്കൽ. വീണ്ടും സർവീസ് റോഡിൽ കൂടി മാത്രമേ പോകാൻ പറ്റൂ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ചേളാരിയിലെത്തി. ചേളാരി ജംഗ്ഷനിൽ കണ്ടോ മൺമതിലാണ് പൊങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള അണ്ടർ പാസേജാണ്. ടൗണ് ഈ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. DMS ഹോസ്പിറ്റൽ എല്ലാം പുതിയ നാഷണൽ ഹൈവേയുടെ 2 സൈഡിലായിട്ട് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇതുവഴിയുള്ള റോഡ് ഇതേ ലെവലിനാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ മെയിൻ റോഡ് ഇത്രയും താഴ്ചയിലാണ് പോകുന്നത്. ഇവിടെ ഒരു ഓവർ പാസേജ് ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഓവർ പാസേജാണ്. ഇപ്പോൾ എൻ്റെ വേളി കാണുന്നതാണ് ചേളാരി ടൗൺ. നമ്മളിപ്പം കോഹിന്നൂരാണ്. കോഹിന്നൂരിൽ ഇപ്പം പഴയ നാഷണൽ ഹൈവേ കൂടിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പുതിയ വരുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അവിടെ ഈ മെറ്റിലും ചിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ട്രഷറി യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കോഹിന്നൂർ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലപ്പുറം ജില്ലയിൽ ഫുള്ള് ഓവർ പാസേജിൻ്റെ കളികളാണ് ഫുള്ള് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത NH66 ആറൂർ പാതയുടെ നിർമ്മാണ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുകയാണ്. മലപ്പുറം ജില്ല എൻഡാകാൻ പോവുകയാണ്. നമ്മുടെ ഈ വീഡിയോ താൽക്കാലികമായി നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാട്ടിലേക്ക് പോകേണ്ട ചെറിയൊരു ആവശ്യം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ട് നമ്മൾ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ് വരെയുള്ള വീഡിയോ തീർച്ചയായിട്ടും എടുത്ത് മാഹി ബൈപ്പാസും കോഴിക്കോട് ബൈപ്പാസും ഇങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കയറാൻ പോകുന്നതോടും റോഡ് നിർമ്മാണം വേറെ ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ത്രില്ലായിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വന്ന് ബാക്കി വീഡിയോ എടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ നമ്മൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലെ വീഡിയോ ആയിരിക്കും. നിങ്ങൾ തന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും ഉണ്ടായിരിക്കണം. നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു വന്ന് നമ്മൾ കാസർഗോഡ് വരെയുള്ള വീഡിയോ എടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.